തലയാടിച്ച് പൊട്ടിക്കും കടറാ ജീമ്പൂമ്പേ അവിടെ ഇരിക്കുന്നോന് ഒരു കാര്യം പറഞ്ഞു സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ വൺ ഡേ മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിൽക്കലെന്ന് തരാൻ പറ്റും. പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് അന്ന് നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും. 10 മാസങ്ങൾ കഴിഞ്ഞാൽ മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നും ചതിച്ചാണ്ടല്ലോ പോയാൽ ഒരിക്കലും പുറത്തു കൊടുക്കാൻ കഴിയില്ല. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. പുതിയ കണ്ടല്ലേ എനിക്കത് പണി. അപ്പൊ തൊപ്പിന്റെ ഒരു പുതിയ സംഭവം നടക്കണ്ടേ ചേർന്നോ? ഇൻസ്റ്റാഗ്രാം അറിയില്ലേന്നുള്ളൂ ഇവരെ പ്രശ്നം. തൊപ്പി അതേപോലെ മറ്റേ മമ്മു ഷംസിയോ അങ്ങനത്തെ ഒരു ചങ്ങായി അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആയിട്ടുണ്ട്, ഭയങ്കര ഇഷ്യൂ ആയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്ന ഫുള്ള് തൊപ്പി മമ്മു ഷംസീർ ജാഫറി ഷംസീറോ ഷമീറോ എന്തോ ആണ്. ഷംസീറല്ലേ അത് ഷമീറോ എന്തോ എന്തായാലും മനസ്സിലായില്ലേ കന്നഡ ചങ്ങായി. അപ്പൊ ഇവരെ വിഷയമാണ് ഇപ്പൊ ഫുള്ള്. ഇത് വരാതൊക്കെ എന്താ ചെയ്യുക? ഞാൻ ഇതിന്റെ അടിയിൽ ഇൻട്രസ്റ്റഡ് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുമല്ലോ, അത് വരുന്നില്ല. നിങ്ങളൊന്നും അതിനാണ് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുന്നത്. ഏതായാലും നമുക്കൊരു കണ്ടന്റ് കിട്ടിയല്ലേ. ഇത് സംഭവിച്ച് അറിഞ്ഞിട്ടില്ല. ഞാൻ തൊപ്പി ഞാനൂടി ഹെൽപ്പ് ചെയ്യണ ഷോ ഞാനൂടി ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഈ തൊപ്പിന്റെ വിഷയത്തെ കുറിച്ച് അങ്ങനെ പറയാല്ലേ? എനിക്ക് ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് കേരളം ഒന്നടങ്കം ഈ ഒരു എന്താ സംഭവിക്കാന്ന് വിചാരിച്ചിട്ട് തെരുവിളികളിലൂടെയും കോമാളിത്തരം കാണിച്ചിട്ടും വലിയൊരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഗ്യാങ് ആണ് തൊപ്പീസ് ഗ്യാങ്. എനിക്കറിയില്ല പക്ഷെ തൊപ്പിയെ വെച്ച് എനിക്ക് കുറച്ച് കാരണം അവൻ ആദ്യത്തെ വീഡിയോസ് ഒക്കെ അങ്ങനത്തെ ഓരോ വീഡിയോസ് ചെയ്യും. അപ്പൊ അത് നല്ല ഉഷാർ നല്ല അടിപൊളിയാണ്. അതായത് ഒരു പാട്ടൊക്കെ ഉണ്ട്. അതായത് കുറെ റാപ്പ് സോങ്ങിലൊക്കെ ഇപ്പൊ അങ്ങനെ കുറെ റാപ്പ് സോങ് സംഭവങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അതിനൊക്കെ സംഭവം നൈസാണ്, ചെക്കാൻ പൊളിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നല്ല മട്ടത്തിൽ ഇങ്ങനെ ഇപ്പൊ ആദ്യം ഓനെ ഒരുപാട് മൈനസ് പറഞ്ഞു കഴിഞ്ഞ ആളുകളൊക്കെ പോനെ ഫാനായിട്ട് മാറിയിട്ട് ഓനെ ഞാനൊന്നും ഓനെ ഫോളോ ചെയ്തിട്ടില്ലേ. മുമ്പൊക്കെ ഓനെ വീഡിയോ കാണുമ്പോൾ നമുക്കെന്ത് ചിലപ്പോൾ ചെറിയ ചെറിയ ചെക്കന്മാരെ ഇവരൊക്കെ ഫാൻസ് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്ന ആകെ ചെറിയ ചെറിയ ചെക്കന്മാർ. അതൊക്കെ ഇവര് ഫുള്ള് ഇങ്ങോട്ട് തുറന്നാല് ലൈവ് സ്ട്രീമിൽ വന്നിട്ട് തെറിവിളിയും ഓരോ കാട്ടിക്കൂട്ടരും അങ്ങനത്തെ ഓരോ അന്നൊക്കെ ഇപ്പൊ അറിയില്ലേ. ഓരോ ഈ മമ്മു ഷമീറോ ഷംസീറ ചങ്ങനെ പേര് ഒളിഞ്ഞു നോട്ടല്ലോ. അങ്ങനെ ഇപ്പൊ ഇവര് പിരിഞ്ഞു. അപ്പൊ ഈ പിരിഞ്ഞത് സംഭവം ഇവരിനി അതായത് പിരിയാൻ കാരണം തൊപ്പി വീട്ടിൽ ഇവരെ പീഡിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല, പണം കൊടുക്കണമെന്നില്ല. പിന്നെ ഇങ്ങനെ അതാണ് ഞാൻ പറയാനുള്ളത്. തൊപ്പിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ ഒളിഞ്ഞു നോട്ടം നടത്തുന്ന ഈ ചെങ്ങായിനെ വരെ പോയിട്ടില്ലേ. ഇത്ര കൊല്ലം ഇവനെ തിന്നാൻ കൊടുത്തിട്ടില്ലേ. ഈ സംഭവമൊക്കെയാണ്. അതേമാതിരി തൊപ്പി ചില വീഡിയോസുകളൊക്കെ വിട്ടിട്ടുണ്ട് പുറത്ത്. ഇവര് വീട്ടിൽ ഓരോ കോമാളിത്തരം കാട്ടിക്കൂട്ടണമൊക്കെ. അപ്പോ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഓരോ വീട്ടിൽ ഇവർ ഈ അത്രയും ഫ്രീഡം അല്ലേ. ഇവരുടെ കൂടെ കൊണ്ട് നടക്കണില്ലേ. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഫുഡ് സംഭവങ്ങളൊക്കെ വാങ്ങി കൊടുക്കണില്ലേ. പിന്നെ ഇങ്ങനെയൊക്കെ നിന്നിട്ടും ഒരു വലിയ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് വലിയ PSC എക്സാം എഴുതിയാണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചിട്ട് കയറി വന്ന് കിട്ടിയ ജോലിയൊന്നും അല്ലല്ലോ. ഒരു ജോലി പോയാലോ ജോലി അങ്ങനെയൊക്കെയാണ് പറയുക. ജോലി എന്താ തുടക്കത്തിൽ കുറെ തെരുവിൽ വിളിക്കുക, പിന്നെ ഓരോ വേണ്ടാത്തന്നെ വിളിച്ച് പറയാം. ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് തൊപ്പിയുടെ ഭാഗത്ത് ശരിയുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ജോലി പോയാലോ എന്താ ജോലി കിട്ടാൻ. പിന്നെ വേറെ കുറെ വിഷയങ്ങളൊക്കെ പറയും. ഞാൻ അതിന് മുമ്പ് വേറെ സംഭവം കാണിച്ചാൽ തൊപ്പിയുടെ 2 വീഡിയോ കാണിച്ചാൽ. അതായത് തൊപ്പിയെന്ന അവരുടെ പേര് നിഹാദാണ്. ഇവന് ആൽക്കഹോൾ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് ആൽക്കഹോൾ ഉപയോഗിക്കേണ്ടി ഇപ്പം ഇതിന് അഡിക്റ്റ് ആണ് സംഭവങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ വല്ലാത്തൊരു തൊപ്പിയല്ലേ, വല്ലാത്തൊരു തൊപ്പി. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് തൊപ്പി പറയാൻ കേട്ടോ. വിഷയം എന്താണെന്ന് മനസ്സിലായില്ലേ? ഓരോ പണി പോയി, ഓരോ തൊപ്പി ഓരോ ശ്രദ്ധിക്കണില്ല. ഓർക്ക് ഭയങ്കര സ്പീഡനാണ്, ഓരോ അവോയ്ഡ് ചെയ്യാണ്. അങ്ങനെ കുറെ വീട്ടിൽ കുറെ ഓരോ പീഡിപ്പിക്കുന്നുണ്ട്, തീരുമാനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിലെ ഷെഡ്ഡി വരെ എന്താണ് ഈ ജഡ്ഡി വരെ ഓനെ കൊണ്ട് തിരിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ തൊപ്പി പറയുന്നത്. തൊപ്പിന്റെ സംസാരം നോക്ക്.
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിംഗും എടുക്കുന്നതാ. പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷെ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടയ്ക്ക്. വേണ്ട, ആ വീഡിയോ കണ്ട. അതായത് ഈ ഷമീർ എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ഷമീർ എന്നെ പറഞ്ഞ് ഇപ്പൊ തൊപ്പിന്റെ വീട്ടിൽ നിന്നിട്ട് ഒരു വേണ്ടാത്തരം ചെയ്യാണ്. അത് ഈ തൊപ്പി വീഡിയോ പുറത്ത് വിട്ട് വേണ്ടാത്തരം മീൻ വീഡിയോയിൽ പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോ ആളുകൾക്ക് അറിയാം, ഈ വിഷയം കണ്ട ആളുകൾക്ക് മനസ്സിലാവും. അതായത് മനസ്സിലായോ? ഓക്കെ, ആ സംഭവം ചെയ്യുന്നുണ്ട് ഈ ഷമീർ ആണോ മുഖം കാണിക്കുന്നില്ല, മുഖത്തുനിന്ന് അതിന് മനസ്സിലാവുന്നത് ഈ ചങ്ങായി ആണെന്നാണ്. അപ്പൊ അതിന് ഈ മമ്മു എന്ന് പറഞ്ഞ ചങ്ങായി അതിന് പോയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ തൊപ്പിന്റെ വീട്ടിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്, ഈ കോമാളിത്തരൊക്കെ. എന്നിട്ടാണ് ഒരു തൊപ്പിനെ കുറ്റം പറയുന്നത്. ഓക്കെ, മനസ്സിലായി? ഓല് ഇത് ഭയങ്കര കോമഡിയാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ തൊപ്പി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഓല് വേറെ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് ഓല് ഇങ്ങനെ വരിക. അപ്പൊ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയാണ്. ഈ മമ്മും ഷമീറും പറയുന്നുണ്ട് തൊപ്പി വീട്ടിൽ നല്ല പണി എടുപ്പിക്കുന്നുണ്ട്, അടിയിൽ ഇടുന്ന ജെട്ടി വരെ പിന്നെ ഞങ്ങളെ കൊണ്ട് വൃത്തിയാക്കിക്കൊന്ന്. അതായത് ഞാൻ ആലോചിക്കുന്നതല്ല, അടിയിലിരുന്ന ജെട്ടി എന്ന് പറഞ്ഞാല് ഇപ്പൊ അതിന് ഇപ്പം പറയുന്നുണ്ട്, അതായത് ഈ മമ്മൂനൊന്നും ഒരു പണിയില്ല. അതായത് വീട്ടിലെ കാര്യങ്ങൾ ഇവിടെ 8-10 ആൾ, എത്ര ഒരു 10 ആൾ നേരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 10 ആളുണ്ടെന്ന് കൂട്ടുക. ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ ഇവരെ കാര്യം മൊത്തം ഒരാൾക്ക് മാത്രം എല്ലാവരും കൂടി ചെയ്യേണ്ട വിഷയമല്ലേ. അതാണ് തുപ്പി പറയുന്നത്. ഓക്കെ, ഈ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇത് ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിയിട്ടേ കഴുകടാന്ന് പറഞ്ഞതാ. ഇങ്ങനെ കൊടുത്തിട്ട് കല്ലില്, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലില് ഇങ്ങനെ ഉരച്ച് കൈ സംഭവം ശരിയാട്ടോ. ഓരോന്നും തിന്നിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് പറയണ്ടേ. തൊപ്പി അവൻ ഇത്രയും കാലം മറ്റൊരു ലൈവ് വന്നിട്ട് പറയണ്ടേ, ഇവർക്കെന്തോ സാമ്പാറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് തൊപ്പിന്റെ ഗേൾഫ്രണ്ടിനും ചിക്കനും സംഭവങ്ങളൊക്കെയാണെന്ന് പറയണ്ടേ. അതിനിപ്പോ ഞാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കണ്ടില്ല. നല്ല വെജിറ്റേറിയൻ, നല്ല വൈറ്റമിൻസ്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളല്ലേ കിട്ടുന്നത്. സാമ്പാർ എന്ന് പറയുമ്പോ അല്ലേ, വെറും ചിക്കൻ മാത്രമാക്കണോ? അതിനൊന്നും വലിയ കുഴപ്പം കണ്ടില്ല. ഞാൻ എല്ലാവരും തൊപ്പിനും മമ്മൂട്ടി വേറെ വീഡിയോ. ഞങ്ങളടുത്ത വിഷയം എന്ന് വെച്ചാല് ആ പെണ്ണിനെ കയറി പിടിച്ചെന്നല്ല പറയുന്നത്. ഒറ്റക്ക് റൂമിൽ ഗൈസ് ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. കാരണം അത്രയും ഓൻ ഇങ്ങനെ പറയുന്നത്. ഒരു പെണ്ണിനോട് സംസാരിക്കണം, നീ അത് അപ്പുറത്തെ ഒരു പെണ്ണതാണ്, ഓളോട് സംസാരിക്കും. ഗൈസ് ഞാൻ സംസാരിക്കാൻ പോയത് ശരി, കൈക്ക് വിളിച്ചതും ഓക്കെ, ഓള് റൂമിലുണ്ടായിരുന്നു. വേറെ പറഞ്ഞു തരട്ടെ. അപ്പം ബാക്കി നന്ദനന്റെ കാര്യം ഞാൻ അന്നേരം പറയാം. അത് ഞാൻ പറയുന്നത് ഇപ്പൊ മമ്മൂനി ശനിയാനെ കണ്ടില്ല. ഇപ്പൊ ഈ മമ്മൂന്റെ വിഷയത്തില് ഈ ഒളിഞ്ഞു നോട്ടം ഇതൊക്കെ നടത്തിയിട്ടുള്ള മമ്മു, പിന്നെ ഇവന്റെ പിന്നെ സംസാരങ്ങളൊക്കെ പിന്നെ എങ്ങനെ വിശ്വസിക്കാതെ ഞാൻ അറിയുന്നത്. അത്രയും ചെറിയ പ്രായത്തിലാണ് അമ്മ 18 വയസ്സായിട്ടില്ല ചെന്നൈ. ഒരംശം പോലും എടാ എനക്കറിയാടാ, എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ നിന്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും ഐ എം എ ജെന്യൂൻ പേഴ്സൺ എന്ന്. മനസ്സിലായി? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും ചതിക്കാണ്ട് ഇതാക്കാണ്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിയത്. മനസ്സിലാ? നിന്നെല്ലാം പോലെ ഒന്നിച്ച് ഇത്രയും ഊട്ടി വളർത്തിയ, അന്നം തന്ന കൈക്ക് കൊത്തിയിട്ട് വേഷം തന്ന് കൊന്ന എൻ്റെ ഇൻസ്റ്റാ കൊണ്ട് അടിച്ച് കളയലാന്നല്ലോ ഇവരെ ഏറ്റവും വലിയ. ഇത്രയും കാലം ഒരുമിച്ച് നിന്നിട്ട് അല്ലേ വലിയൊരു ഫൈറ്റ്. ഞാൻ ആലോചിക്കണേ, ഇവരിനി ഉള്ളോണ്ട് ഒരുമിച്ച് കളിക്കുകയാണോ സംഭവം അങ്ങോട്ട് കൊണ്ട്? പക്ഷേ ഈ ആൽക്കഹോളിന്റെ സംഭവമൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയമാണെന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ കണ്ടോ? പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ ഗ്യാങ്ങിന്റെ പേരൊന്നും ഇവരെ ആര് പേരിന് ഇവർ ഒഴിവാക്കിയിട്ടില്ല. അക്കപ്പോഴും അതേപോലെ ഉണ്ട്.
എന്താ ഒരു കാര്യം പറഞ്ഞോട് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ഈ മമ്മൂടിയും ഷെമിയമ്മയും ഈ തൊപ്പി എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോപ്കോൺ അവനെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊപ്പി അവിടെ നാട്ടിൽ നിന്ന് ചിലപ്പോ അവന്റെ ജോലിക്കിടയിൽ വിത്തനം ഉണ്ടാക്കിയിട്ടാവാം. തലയാടിച്ച് പൊട്ടി കേട്ടറാ ജീമ്പോമ്പേ അവിടെ ഇരിക്കുന്നോന് ചിക്കൻ തന്നിട്ട് ഒരു കാര്യം പറഞ്ഞോട് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ തലയാടിച്ച് പൊട്ടി കേട്ടറാ ജീമ്പോമ്പേ അവിടെ ഇരിക്കുന്നോന് ചിക്കൻ തന്നിട്ട് അവസാനമായിട്ട് ലാസ്റ്റ് വന്നു. പിന്നെ പണിഞ്ഞവന്മാരോട് പറയാനുള്ളത് മറക്കൂല മോനെ, മറക്കൂല. ഓക്കെ, ഇപ്പം ഞാൻ നിന്നെല്ലാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ തലയിൽ വരും. ഓക്കെ, പക്ഷെ വൺ ഡേ മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിൽക്കലേ തരാൻ പോകും. മനസ്സിലായി? നിങ്ങൾ ഒന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലാവും? അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഞാൻ തരും. തൊപ്പി പവർ കൂട്ടി ചെക്കന്മാർ കഴിച്ചുപോയി. അതായത് എനിക്ക് തോന്നുന്നത് അറിയോ, തൊപ്പിനെ ഇപ്പൊ ഇവരെ എന്തെങ്കിലും കണ്ടിട്ട് സ്വയം നേട്ടത്തിന് വേണ്ടിയിട്ട് കൂടിയതാണ്. പക്ഷെ തൊപ്പി ഇവനെ ഏതായാലും വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതാണ് ഈ തൊപ്പിനെ. ഓലെ പാരന്റ്സ് ഒക്കെ ഒന്നും ഇല്ല. അപ്പൊ ഇവനിപ്പം ഓര് കൂടിയതാണ് ഈ തൊപ്പി വരെ കൂടപ്പറപ്പായിട്ടുമാണ് കൂടെ കൂട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓര് വിചാരിച്ച പോലെ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഓക്കെ, മതി. എന്തിനാ വെറുതെ കേസ് കെട്ടി തീരെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ 2 ദിവസമായിട്ട് കേരളത്തിൽ നടക്കുന്ന വലിയൊരു സംഭവമാണ് സംഭവത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് ഞാൻ മറ്റൊരു കുറച്ച് വീഡിയോസുകൾ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പൊ കുറെ ആളുകൾ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗസ് ചുരുക്കി പറഞ്ഞാല് എന്താന്ന് വെച്ചാല് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മമ്മു എന്ന് പറഞ്ഞ ചങ്ങായിക്ക് ചെറിയ പയ്യനാണ്. അപ്പൊ ഇവന്റെ ഒക്കെ മുമ്പ് ഇന്റർവ്യൂലൊക്കെ വന്ന് പറഞ്ഞത് ആ ഇന്റർവ്യൂവിന് വന്ന് എത്തിയ ആളുകളെ നോക്കണം. അതിന് പറയണ്ട, അതൊക്കെ ഭയങ്കര വിഷയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചെങ്ങായിക്ക് എന്തോ 18 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പൊ അവന്റെ ഒക്കെ സംസാരം വെച്ചിട്ടാണ് വലിയ വിഷയമാവുന്നത്. പിന്നെ ഇവരെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ തൊപ്പിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇവരെ കൂടെ ഉള്ളവരെ കൂടപ്പുറപ്പായിട്ട് കണ്ടിട്ട് ഒരുപാട് നാള് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നില്ലേ. അപ്പോ അവരുടെ ഭാഗത്തുനിന്ന് തൊപ്പിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തൊപ്പിന്റെ അടുത്ത് ഒരുപാട് ശരികളുണ്ട്. ഞാൻ അറിയില്ല. അതെ. അപ്പോ എന്തായാലും പക്ഷേ വേറെ കുറെ വിഷയങ്ങൾ ഇതിനുള്ളിൽ പറയുന്നുണ്ട്. അതിന്റെ സംസാരത്തിന്റെ ഇടയിൽ ഏകദേശം മടക്കി വെച്ച് കഴിഞ്ഞു. അപ്പോ പിന്നെ ഞങ്ങളെ അതിനെ കുറിച്ച് വല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് തോന്നിയ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുക ഞാൻ പൂർണ്ണമായിട്ട് 100% ഞാൻ തൊപ്പി ശരിയാണെന്ന് പറയല്ല. തൊപ്പിന്റെ മുമ്പത്തെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലേ. പിന്നെ ഒരു കുറെ റാപ്പ് സോങ്ങിൽ സംഭവത്തിലേക്ക് വന്ന് അതിനെ സെറ്റായി വന്നപ്പോൾ കുഴപ്പമില്ല തോന്നി. കാരണം പിന്നെ നല്ല ക്യാരക്ടറൊക്കെ ആയി. ഇപ്പോഴത്തെ പ്രശ്നത്തിൽ എനിക്ക് തൊപ്പിന്റെ അടുത്താണോ കുറച്ചെങ്കിലും ശരിയുള്ളത് എന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കേരളത്തിലെ ഈ വലിയ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, എന്താണ് പറയും? അതൊരു ആള് പെട്ടെന്ന് കടന്നു വരുമ്പോ മനസ്സിലാവും ആളൊക്കെ സ്വഭാവം. അല്ല, ഇത്രയും കലപ്പുണ്ടായിരുന്നല്ലേ. പക്ഷെ തൊപ്പി ഒഴിവാക്കിയല്ലേ ഇവരെ അതി പോയതാണ്. ഇവര് വേറെ തൊപ്പിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ഇവര് വേറെ സംഭവം തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ? ഇപ്പൊ എങ്ങനായാലും തൊപ്പിന്റെ വീഡിയോ റീച്ച് ആവുന്നുണ്ട്, മറ്റൊരു വീഡിയോ റീച്ച് ആവുന്നുണ്ട്. ആളുകളെ കാണാൻ പ്രോത്സാഹിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 കാര്യം. ബൈ 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 ബൈ.